2025 ഓസ്കാറിലെ കണ്ടന്റേഴ്സ് ലിസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ലിസ്റ്റ് പുറത്തു വന്നത് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന തരത്തിലാണ്. കാരണം മികച്ച ചിത്രം എന്ന വിഭാഗത്തിലേക്ക് 207 സിനിമകളാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 5 എണ്ണം ഇന്ത്യൻ സിനിമകളാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ലിസ്റ്റിൽ അറിയാതെയാണോ എന്നറിയില്ല, തമിഴ് സിനിമയായ കങ്കുവയും ഇടം നേടിയിട്ടുണ്ട്. ഇതൊരു ഞെട്ടലോടെയാണ് തമിഴ് പ്രേക്ഷകരടക്കമുള്ളവർ കേട്ടത്. എങ്ങനെയാണ് കങ്കുവ ഓസ്കാർ കണ്ടന്റേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? പിന്നീട് ഉയർന്നു വന്ന ചോദ്യം ഇതായിരുന്നു. ഈ ചോദ്യത്തിന് കാരണം മറ്റൊന്നുമല്ല, കങ്കുവ എന്ന സിനിമയുടെ നിലവാരം തന്നെയാണ്. മോശം സിനിമയെന്ന് പ്രേക്ഷകർ വിധി എഴുതിയ ഒരു ചിത്രം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ മുഖമായി എത്തുക എന്ന് പറയുന്നത് അത്ഭുതം തോന്നിക്കുന്ന കാര്യം തന്നെയാണ്. കിരൺ റാവുവിന്റെ ലാപ്പത്ത ലേഡീസ് ആയിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ. ഇന്ത്യ എന്ന രാജ്യത്ത് നിലനിൽക്കുന്ന ലിംഗവിവേചനത്തെയും സ്ത്രീ വിരുദ്ധതയെയും ചോദ്യം ചെയ്ത സിനിമയായിരുന്നു ലാപ്പത്ത ലേഡീസ്. കണ്ടന്റിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടും കങ്കുവേക്കാൾ മുന്നിലാണ് ലാപ്പത്ത ലേഡീസ് എന്നതിൽ സംശയമില്ല. ലാപ്പത്ത ലേഡീസ് ഓസ്കാർ റേസിൽ നിന്ന് പുറത്താക്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് പ്രതീക്ഷ എന്നോണം 5 ഇന്ത്യൻ സിനിമകൾ ഓസ്കാർ കണ്ടന്റേഴ്സ് ലിസ്റ്റിൽ ഇടം നേടുന്നത്. എന്നാൽ ആ 5 സിനിമകളിൽ കങ്കുവയുണ്ട് എന്നത് സന്തോഷത്തോടെയല്ല പ്രേക്ഷകർ ഏറ്റെടുത്തത്. എന്തുകൊണ്ട് കങ്കുവ? ഓസ്കാറിലെത്താൻ എന്താണ് കങ്കുവ എന്ന ചിത്രത്തിനുള്ള യോഗ്യത? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയിരിക്കുകയാണ് സിനിമാ നിരൂപകനായ രമേശ് ബാല. സിനിമയുടെ മികവ് കൊണ്ടല്ല കങ്കുവ ഓസ്കാർ കണ്ടന്റേഴ്സ് ലിസ്റ്റിലെത്തിയത്, മറിച്ച് പണം എന്ന ഘടകം കൊണ്ടാണ്. കുറച്ച് ഡോളർ ഉണ്ടെങ്കിൽ ആർക്കും അപ്ലിക്കേഷൻ ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് രമേശ് ബാല പറഞ്ഞത്. കങ്കുവയെ ഒരിക്കലും ഇതിനു മുൻപ് ഓസ്കാറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തമിഴ് ചിത്രങ്ങളുമായി താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. കൂഴങ്കൽ, വിസാരണെ, ഹേ റാം, ജീൻസ്, ഇന്ത്യൻ, നായകൻ തുടങ്ങിയ ചിത്രങ്ങളാണ് ഇതിനു മുൻപ് ഓസ്കാറിൽ ഇടം നേടിയിട്ടുള്ള തമിഴ് ചിത്രങ്ങൾ. കണ്ടന്റിന്റെ കാര്യത്തിൽ ഈ സിനിമകളുടെ അടുത്തുപോലും എത്താൻ കങ്കുവയ്ക്ക് സാധിക്കില്ല എന്നതാണ് വാസ്തവം. കുറച്ച് പണമുണ്ടെങ്കിൽ ഏത് സിനിമയ്ക്കും ഓസ്കാർ വേദിയിലേക്ക് എത്താനുള്ള ശ്രമം നടത്താൻ സാധിക്കുമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 5 ഇന്ത്യൻ സിനിമകളിൽ മറ്റൊന്നും ആഗോളതലത്തിൽ ഇന്ത്യയെ ഇകഴ്ത്താൻ പോകുന്ന സിനിമയാണ്. അതെ, സ്വതന്ത്ര വീർ സവർക്കർ. രൺദീപ് ഹൂഡ സംവിധാനം ചെയ്ത സ്വതന്ത്ര വീർ സവർക്കറും കണ്ടന്റേഴ്സ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. കങ്കുവ എന്തായാലും ഓസ്കാർ വേദിയിൽ എത്തില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് നിരൂപകനായ രമേശ് ബാല. കണ്ടന്റിന്റെ കാര്യത്തിൽ പ്രശ്നമുള്ള കങ്കുവയും സ്വതന്ത്ര വീർ സവർക്കറും ഇന്ത്യയുടെ മുഖമായി ഓസ്കാർ വേദിയിൽ എത്തുന്നത് അത്ര നല്ല കാര്യമല്ല. എന്നാൽ കണ്ടന്റേഴ്സ് ലിസ്റ്റിലുള്ള ആടുജീവിതം അടക്കമുള്ള മറ്റ് ഇന്ത്യൻ സിനിമകൾ തീർച്ചയായും ഓസ്കാർ വേദിയിലേക്ക് എത്തണമെന്ന ആഗ്രഹം തന്നെയാണ് ഇന്ത്യൻ പ്രേക്ഷകർക്കുള്ളത്. അതിനായി ഇനി ജനുവരി 17 വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.